നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ തുറന്നുകാട്ടുന്ന ചിത്രം ഹമാരെ ബാര റിലീസ് ചെയ്താൽ സംവിധായകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തീവ്ര മുസ്ലിം സംഘടനകൾ. കമൽ ചന്ദ്ര സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അന്നു കപൂർ, അതിഥി ധിമാൻ എന്നിവരാണ് അഭിനേതാക്കൾ. മുസ്ലിം സമുദായത്തിലെ അനീതികളും സ്ത്രീകൾക്കെതിരെയുള്ള പ്രവൃത്തികളും തുറന്നുകാട്ടുന്ന ചിത്രമാണിത്. എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ സംവിധായകനും അഭിനേതാക്കൾക്കുമെതിരെ വധഭീഷണി ഉയർന്നിരിക്കുകയാണ്. ടീസറിന് മുന്നോടിയായി നിർമ്മാതാക്കൾ പുറത്തുവിട്ട പോസ്റ്ററുകൾ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേക്ഷകരിൽ ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ പറയാത്ത ഒരു വേറിട്ട വിവരണം കൊണ്ട് അമ്പരപ്പിക്കുന്ന ടീസർ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശംസയാണ് കരസ്ഥമാക്കുന്നത്. അന്തരിച്ച ഖാദിം ഹുസൈൻ റിസ്വിയും ഇന്ത്യൻ ഭീകരൻ മുഫ്തി സൽമാൻ അസ്ഹരിയും ചേർന്ന് സ്ഥാപിച്ച തെഹ്രീക്ക ഇ ലബായിക് പാകിസ്ഥാൻ എന്ന സംഘടനയുടെ അനുയായികളാണ് ഹമാരെ ബാരയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ ഭീഷണി ഉയർത്തുന്നത്. IS ഭീകരർ ശിരച്ഛേദം ചെയ്യുന്ന വീഡിയോകളും ഭീഷണിയായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്താൽ സംവിധായകനും ഇതേ വിധി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ താനെ ജില്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തെഹ്രീക് ഇ ലബായിക് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ബന്ധമുള്ളവരാണ്. അന്നു കപൂറിനും സിനിമയുമായി ബന്ധപ്പെട്ട മറ്റാളുകൾക്കുമെതിരെ ഭീഷണി മുഴക്കുകയും സിനിമാ നിർമ്മാതാവിന്റെ ഫോൺ നമ്പർ പരസ്യമാക്കുകയും വാട്സാപ്പിലൂടെ വധഭീഷണി മുഴക്കുകയുമാണ് ഇപ്പോൾ സംഘടനയുമായി ബന്ധപ്പെട്ടവർ ചെയ്യുന്നത്. ഹമാരെ ബാര അടുത്ത മാസം, അതായത് ജൂൺ 7-നാണ് റിലീസ് ചെയ്യുന്നത്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത് അടുത്തിടെ പ്രദർശിപ്പിച്ചിരുന്നു. നമ്മൾ 2 നമുക്ക് 12 എന്നാണ് ആദ്യം പേര് നൽകിയതെങ്കിലും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ നിർദ്ദേശപ്രകാരം പേര് മാറ്റുകയായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ജൽന ജില്ലയിൽ പ്രതിഷേധ റാലി നടത്തിയ ആളാണ് തെഹ്രീക് ഇ ലബായിക്കിന്റെ മറ്റൊരു നേതാവ് മുഫ്തി സൽമാൻ അസ്ഹരി. ഇപ്പോൾ ഈ നായ്ക്കൾ ആഘോഷിക്കുന്നു, നാളെ ഞങ്ങൾ ആഘോഷിക്കും എന്നായിരുന്നു അയോധ്യയുമായി ബന്ധപ്പെട്ട അസ്ഹരിയുടെ പ്രസ്താവന. തുടർന്ന് പോലീസ് കേസെടുക്കുകയും ഗുജറാത്തി പോലീസ് സ്ക്വാഡ് മുംബൈയിലെ ഘാട്ട്കോപ്പറിലെത്തി ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.